ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ ഒരു 10 രൂപ പ്രൊഡക്റ്റിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചിട്ടൊരു ബിസിനസ് വീഡിയോ ചെയ്തിരുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ അത് റിലേറ്റീവായിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ നിന്നാണ് സാധനങ്ങൾ എടുക്കുക, എങ്ങനെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ ആ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതൊരു 10 രൂപ പ്രൊഡക്റ്റാണ്, ചെറിയൊരു സംഭവമാണ്, ചെറിയ പൈസയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, നമുക്കത് സിമ്പിളായിട്ട് ഫീൽ ചെയ്യായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് നമ്മൾ അന്ന് സംസാരിച്ച ഈ 10 രൂപ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ദിസ് ഈസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഇതിൽക്കൊന്നും നീട്ടി വളർക്കാണ്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഈ ഒരു 10 സംഭവങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് ഈ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങൾ പരാജയപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, പ്രധാനമായിട്ടും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നിടത്താണ്. ഓക്കെ, നല്ലൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു നല്ല ലൊക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കൊടുന്ന് വെച്ച എല്ലാ സാധനവും അങ്ങനെ ഒരു ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു സ്കൂളോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ കുറേ ഫ്ലാറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്, അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ കൂടുതൽ ആളുകൾ വന്നു പോകാൻ സാധ്യതയുള്ള സ്പോട്ടുകളായിരിക്കണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, എവിടെ കൊണ്ടിട്ടാലും വിജയിക്കണം എന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും 10 രൂപയുടെ സംഭവങ്ങളാക്കരുത്. അത് നമ്മൾക്ക് ഇതിൽ ഒരു നമ്മൾ എക്സ്ട്രാ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതും നിങ്ങളടുത്ത് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തതും തീർച്ചയായിട്ടും അതൊരു 10 രൂപ പ്രൊഡക്ട്സ് മാത്രമാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് നമ്മളെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും 10 രൂപ ലെവലിലാവരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് 10 രൂപയുടെ സാധനങ്ങൾ, കുറച്ച് 20 രൂപയുടെ സാധനങ്ങൾ, കുറച്ച് 30 രൂപയുടെ സാധനങ്ങൾ, കുറച്ച് 40 രൂപയുടെ സാധനങ്ങൾ, കുറച്ച് 50 രൂപയുടെ സാധനങ്ങൾ, കുറച്ച് 99 രൂപയുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു 100 രൂപക്കുള്ളിൽ വരുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ഫിക്സഡ് റേറ്റിൻ്റെ ഇതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് തന്നെ നമുക്ക് ആ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 10 രൂപ എടുത്താണെങ്കിലും 20 രൂപ നമുക്ക് ചോയ്സ്, അവർക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ ബിസിനസ് വർദ്ധിക്കാനും നമുക്ക് സാധ്യതയുണ്ട്. ഓക്കെ, മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഡെയിലി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്താ അത് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന കിച്ചൺ ഐറ്റംസുകളാകാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ്, ഓഫീസ് അങ്ങനത്തെ സ്കൂൾ ഓഫീസ് ഐറ്റംസുകളാവാം, അല്ലെങ്കിൽ ഈ ഹെയർ ആക്സസറീസ്, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ, മൊബൈൽ ആക്സസറീസ് പോലുള്ള ഇതുപോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റ് മൂവ് പ്രൊഡക്റ്റുകളെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മേടിച്ച് വെക്കുമ്പോൾ. ഓക്കെ, നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഹോൾസെയിലിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോയിട്ട് എന്താ ചെയ്യുക, നമ്മൾ മറ്റ് ചെറുകിട ഷോപ്പുകളിൽ നിന്നോ ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ അങ്ങനത്തെ കടകളിൽ നിന്നോ വാങ്ങിക്കാതെ നമ്മൾ ഡയറക്റ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർജിനൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ചിട്ടാണ്.
ഓക്കെ, നല്ല വൃത്തിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് 10 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ 20 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ആളുകൾക്ക് കാണുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ നല്ല വൃത്തി തോന്നുന്ന നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഷോപ്പ് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, എന്ത് കാര്യങ്ങളാണെങ്കിലും നല്ല വൃത്തിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏതൊരു ഷോപ്പിൻ്റെയും ഒരു ഭയങ്കരമായിട്ട് വിജയിക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ ലാഭം എടുത്തിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വിൽക്കാൻ ശ്രമിക്കുക. പലരും ശ്രമിക്കാറുള്ളത് അവിടെ വിൽക്കുന്ന അപ്പുറത്തെ കടയിൽ വിൽക്കുന്ന ഒരു കേസ് മൊബൈൽ ആക്സസറീസിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഒരു മൊബൈൽ ബാക്ക് പൗച്ച് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കടയിൽ 100 രൂപ ആണെങ്കിൽ ഇപ്പുറത്തെ കടയിൽ ഒരു 110 120 മേടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 80 മേടിക്കുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ലാഭം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊള്ള ലാഭം എടുക്കാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ വലിയ ലാഭം എടുക്കാൻ ശ്രമിക്കാതെ നമ്മൾ ചെറിയ ലാഭം എടുത്തുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ വിൽക്കുക. അതാണ് നമുക്ക് ലാഭം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് ഏഴാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സീസണിൽ വരുമ്പോൾ ഓരോ സീസണുകൾ വരുമ്പോൾ ആ സീസണിന് അനുയോജ്യമായിട്ടുള്ള ആ സീസണിന് ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട കൊട ബാഗ് സംഭവങ്ങളൊക്കെ ഈ മഴക്കാല ബാഗ് എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോഴും വേണ്ട സംഭവമാണ്. പക്ഷെ മഴക്കാലത്ത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ അതിൻ്റെ റെയിൻ കോട്ടുകൾ, അതേപോലെ തന്നെ അതേ മഴക്കാലത്ത് ഉപയോഗിക്കുന്ന ഷൂകൾ, ചെരുപ്പുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ സീസൺ ഐറ്റംസുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എട്ടാമത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എത്ര ചെറിയ കടയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് UPI കാണാൻ പറ്റും. UPI പേയ്മെൻറ്റുകൾ അതുപോലെ സ്കാനറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് എല്ലാ ചെറിയ കടകളിലും കാണാൻ പറ്റും. അത് നമ്മളും ഫോളോ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആളുകളും എല്ലാ കസ്റ്റമേഴ്സാണെങ്കിലും ഏത് കസ്റ്റമർ ആണെങ്കിലും ഏത് ആളാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ കയ്യിലും പൈസ വെക്കാറില്ല. ഇപ്പോൾ എല്ലാവരും ബാങ്ക് അക്കൗണ്ടിലിട്ട് ഡിജിറ്റലി അതിനെ യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം നമ്മളും ഇത് ഉൾപ്പെടുത്തണം. ഒൻപതാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദിവസേന സ്റ്റോക്ക് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ ഒരു ദിവസം നമ്മളിപ്പോൾ കട തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കടയിൽ ഒരു ഇത്ര രൂപയുടെ സാധനങ്ങളുണ്ട്, അതിൽ ഇന്ന സാധനങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട് നമ്മളെ കടയിലുള്ള സാധനങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. പിന്നെ അത് മാത്രമല്ല ഓരോ ദിവസം ബിസിനസ് കച്ചവടം കഴിയുമ്പോഴും ക്ലോസ് ചെയ്യുന്ന സമയങ്ങളിലും സ്റ്റോക്കിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളും എടുക്കുക, അല്ലെങ്കിൽ പിറ്റേ ദിവസം തുറക്കുമ്പോൾ സ്റ്റോക്കിൻ്റെ ഒരു കാര്യങ്ങളും എടുത്ത് അങ്ങനെ നമ്മളതിനെ ഫോളോ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് പരിശോധിച്ച് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. പത്താമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ക്ഷമയും നല്ല സ്ഥിരതയും വേണം നമുക്കൊരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നമുക്കറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ പല രീതിയിലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇത് ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ഡിലേ ആണ്, റിപ്പീറ്റഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയുന്ന പല ആളുകളും പല സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവർക്ക് അതങ്ങനെ ഫീൽ ചെയ്യണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ച് എത്രത്തോളം ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും അത്രത്തോളം ഡീപ്പായിട്ട് അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടുന്നും ഇവിടുന്നും അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങൾ മാത്രം ശ്രദ്ധിച്ച് നമ്മൾ മറ്റു ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് മൂവ് ചെയ്യുക, അതിൻ്റെ കയറ്റിറക്കങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം, ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം. നമ്മൾ ആ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകളുമായിട്ട് നമ്മൾ നേരിൽ കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ഷെയർ ചെയ്തെടുക്കണം അവരിൽ നിന്ന്. അതുപോലെ ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ റീറ്റെയിലും ഹോൾസെയിലുമായിട്ടുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടും ഇതിൻ്റെ നാട്ടിൽ നമ്മളെ പൾസിനെ കുറിച്ചിട്ടും എന്ത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ പൾസും എല്ലാം നമ്മൾ അറിയണം. A to Z കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധ്യം ഉള്ള ഒരാളായിരിക്കണം, എങ്കിലേ നമ്മൾക്ക് ബിസിനസ് വിജയിക്കാൻ കഴിയൂ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് വേണം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യം ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.